ശ്രീ നന്ദു, ഇതാ ഈ കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറൈൻ ഡ്രൈവിലെ ചൂരൽ പ്രയോഗമടക്കം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും അത് പല ഫോർമാറ്റിൽ, അതിപ്പോൾ ഏത് ജാതി മത സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളുടെയോ എന്തിൻ്റെ പേരിൽ ആണ് എങ്കിൽ പോലും സ്ത്രീകൾ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പൊതുസമൂഹമോ ഗ്രൂപ്പോ എവിടെയുണ്ടായാലും അത് തടയപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഇവിടെയും നടന്നത്, ഈ കണ്ണൂരിൽ നടന്നതും അത്തരത്തിൽ തന്നെയുള്ള കൃത്യമായ സദാചാര ഗുണ്ടായിസമല്ലേ? റസീനയുടെ ആത്മഹത്യ എന്ന് വിളിച്ചാൽ മതിയോ? അത് ഈ വിചാരണയുടെ ഭാഗമായുണ്ടായ കൊലപാതകമായി തന്നെയല്ലേ കണക്കാക്കേണ്ടി വരുന്നത്? അല്ല ശ്രീ അഭിലാഷ്, ഇതിനകത്ത് ഞാൻ ഈ ചർച്ച കേൾക്കുന്ന മാത്രമേ ഇവിടെ SDPIയുടെ നേതാവ് അദ്ദേഹം വളരെ നിഷ്കളങ്കരേണ പറയുകയാണ്. അതായത് SDPI എന്ന് പറയുന്ന സംഘടന ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കും വഹിച്ചിട്ടില്ല. ഇവിടെ മുഴുവൻ പങ്കും വഹിച്ചിട്ടുള്ളത് അവരുടെ ബന്ധുക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം അതിനിടയിൽ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ആ നാട്ടിൽ 10-15 പേർക്ക് ഇരിക്കാനുള്ള ഏക ഇടം ഈ പറയുന്ന SDPIയുടെ കമ്മിറ്റി ഓഫീസാണെന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ധർമ്മടത്ത് ഈ പറയുന്ന പറമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ സ്ഥലത്ത് SDPIയുടെ ഓഫീസിലല്ലാതെ സ്വന്തം മകളുടെ വിഷയം ചർച്ച ചെയ്യാൻ ആ അച്ഛനൊരു സ്ഥലമില്ല എന്ന് എന്തർത്ഥത്തിലാണ് SDPIയുടെ നേതാവ് പറയുന്നത്? നിങ്ങളൊരു കള്ളത്തരം എത്ര വലിയ പുകമറ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മാത്രമേ അത് സത്യമായി അല്ലെങ്കിൽ അതിനെ കാപട്യമാക്കി കാണാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളതാണ്. ഇവിടെ എന്താണ് SDPI? അവിടെയാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് താലിബാനിസം എന്ന് പറയുന്ന വാക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്? SDPI എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിരോധിത സംഘടനയായിരുന്ന സിമിയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും ആളുകൾ അത് നിരോധിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ചേക്കേറിയിട്ടുള്ള തീവ്ര ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മനസ്സ് കൊടുക്കുന്ന ആളുകളാണ് SDPIക്ക് അത് വന്നിരിക്കുന്നത്. നിങ്ങൾ SDPIയെ മനസ്സിലാക്കാൻ അധിക ദൂരത്തേക്കൊന്നും യാത്ര ചെയ്യണ്ട. വെറും 3-4 കൊല്ലം മുൻപ് ഇവിടെ ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള SDPIയുടെ ഒരു റാലി മാത്രം നമ്മൾ കണ്ടാൽ മതി. ആ റാലിക്കകത്ത് അവർ വിളിക്കുന്നത്, ഒരു കൊച്ചു കുഞ്ഞിന്റെ വായിലൂടെ അവർ വിളിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അരിയും മലരും കാത്തുവെച്ചോ, അത് എത്തിപ്പോയി നിന്റെയൊക്കെ കാലന്മാർ, കുന്തിരിക്കം കാത്തുവെച്ചോ, എത്തിപ്പോയി നിന്റെയൊക്കെ കാലന്മാർ. ഈ മാനസികാവസ്ഥ, ഈ മുദ്രാവാക്യം ഒരു കുഞ്ഞിന്റെ വാ കൊണ്ട് വിളിപ്പിക്കാനുള്ള ആളുകൾ ആണ് ഇതിൽ രണ്ടു ഭാഗത്തും ഉള്ളത് എന്നതുകൂടി നമ്മൾ നോക്കി കാണണമല്ലോ. അല്ല ഞാനൊന്ന് അല്ല ഞാൻ കൃത്യമായി പറയുന്നത്, ഇത് അങ്ങനെ വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഭിന്നതകളും ഒക്കെ ആണെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് കൃത്യമായി സ്ത്രീ വിരുദ്ധതയായി മാറുന്നു. സ്ത്രീ എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കോടതിയായി അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വന്തം സമുദായത്തിലേതാണ് എങ്കിൽ പോലും. ശ്രീ അഭിലാഷ്, ഞാനത് മുഴുവനായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വന്ന പോയിന്റ് ഇവിടത്തേക്കാണ്. അതായത് അങ്ങനെ വിളിക്കുന്ന ഇപ്പൊ നേരത്തെ ഇവിടെ ശ്രീ ആരിഫ് ഹുസൈൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു ഇസ്ലാമിസ്റ്റ് ലെവലിലേക്ക് ഈ കാര്യങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ ഒരു താലിബാൻ ലെവലിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ഈ നാട്ടിൽ ഒരു 10, 35, 40 വർഷം കൊണ്ട് ജീവിക്കുന്നവരാ. ഈ 35-40 വർഷം കൊണ്ട് നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഹിജാബ് പോലുള്ള ഈ ആവരണങ്ങളെല്ലാം ഈ സാധാരണപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ ദേഹത്തേക്ക് എടുത്തണിയപ്പെട്ടിട്ട് എത്ര കാലമായി? അപ്പൊ ഇതുപോലുള്ള സംഘടനകൾ തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനു മേൽ കടന്നു കയറുകയും ആ സ്വാതന്ത്ര്യം അത് ഇവർ കൊടുക്കുന്ന മാത്രയിൽ എത്ര അളവിലാണോ SDPIയെ പോലെയുള്ള ചില ആളുകൾ കൊടുക്കുന്നത്, ആ അളവിൽ മാത്രമേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഈ പറയുന്ന ഇസ്ലാമിക സഹോദരിമാർ ആ അളവിൽ മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന നിലപാടെടുക്കുന്നതിനെയാണ് അവിടെയാണ് നമ്മൾ വിയോജനപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞാൻ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള വിചാരണയും നടന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സാർ, ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം, ഇപ്പം നേരത്തെ DYFIയുടെ ഒരു സുഹൃത്ത് സംസാരിച്ചു, ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോൾ, ഒരു 2 പേർ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി, അവർ കാറിലിരുന്ന് സംസാരിച്ചാൽ കാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിരുത്തി ആ യുവാവിനെ
മർദ്ദിക്കുകയും ആ യുവാവിനോട് നീ എവിടത്തുകാരനാണെന്ന് ചോദിച്ച് നിന്റെ ഉപ്പയും ബാപ്പയും വിളിച്ചു വരുത്തണം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നിങ്ങളുടെ കോംപ്രമൈസ് ടോക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ പറയുകയാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ ഈ അളവിലേക്ക്, ഈ തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടണ്ട. അപ്പൊ അവിടെ വെച്ച് ആദ്യം നിങ്ങളൊരു ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അവിടെ ആളുകൾ, കുട്ടികൾ കളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ SDPIയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമല്ലേ പ്രിയപ്പെട്ട SDPIയുടെ നേതാവേ, നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഫോണും ടാബും അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചു വാങ്ങുന്നത്? തിരിച്ച് പോലീസ് ഇത് അറസ്റ്റ് ചെയ്യുന്ന സമയത്തല്ലേ ഈ പറയുന്ന ടാബ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്? ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ പറയുന്ന തരം, നിങ്ങളുടെ കണ്ണിന്, നിങ്ങളുടെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ SDPI ആരാണ്? നിങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകളുടെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ 18 വയസ്സ് തികഞ്ഞ് പ്രായപൂർത്തിയായ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ അങ്ങ് രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കാൻ ആരാണ് SDPI? ആരാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? അത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങളല്ല. ഈ നാട്ടിൽ ആ കുട്ടികൾക്ക് അവർക്ക് ജന്മം കൊടുത്തിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ട്. ആ അച്ഛനും അമ്മയും അവരുടെ കുടുംബാംഗങ്ങളും ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത് SDPIയുടെ ഓഫീസിലല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. തീർച്ചയായും നന്ദു, ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കും പോലും പരാതികൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതില്ല, നിയമപരമായ വിധിയെഴുത്തുകൾ നടത്തേണ്ടതില്ല, വിചാരണയും നടത്തേണ്ടതില്ല. അഡ്വക്കേറ്റ് ബബില,